നമസ്കാരം, ഞാൻ ശ്രീജിത്ത്. റിയൽ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അതിമനോഹരമായി നിർമ്മിച്ചൊരു കാർ പോർച്ചാണ്. അതിൻ്റെ വിഷയം കിടക്കാം. ഇത് നമ്മൾ 4x4 സ്ക്വയർ ട്യൂബ് കൊണ്ട് നിർമ്മിച്ച തൂണാണ്. വൈ ഷേപ്പിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ ഈ ഒറ്റ തൂണ് മാത്രമേ ഉള്ളൂ. അതുപോലെ രണ്ട് സൈഡിലും മുകളിൽ സ്ക്വയർ ഫ്രെയിം വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ACP ഷീറ്റാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സെൻറ്ററിൽ നമ്മൾ ഉത്തരം കൊടുക്കുന്നുണ്ട്. അത് 4x2 ഉത്തരം കൊടുത്തേക്കുന്നത്. 4x2 2.5 1.5 വെച്ചിട്ട്. അതുപോലെ നമ്മൾ ഈ ബോർഡർ കൊടുത്തിരിക്കുന്ന പൈപ്പ് എന്ന് പറഞ്ഞാൽ 4x2 സ്ക്വയർ ട്യൂബാണ് മേളിൽ കൊടുത്തിരിക്കുന്നത്. താഴെ കൊടുത്തേക്കുന്നത് 1.25 സ്ക്വയർ ട്യൂബ്. ഇത് മൊത്തം അപ്പോളോ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോളോ 16 ഗേജിൻ്റെ പൈപ്പാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 26 അടി നീളമാണ് ലെങ്ത് വരുന്നത്. വീതി വരുന്നത് 24 അടി വീതിയാണ് ഇത് വരുന്നത്. നമുക്ക് ഏകദേശം ഒരു 3 വണ്ടി കിടക്കത്തക്ക രീതിയിലാണ് ഈ കാർ പോർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയില്ല. ഇത് കംപ്ലീറ്റ് ACP ഷീറ്റാണ് ഇതിന് ഇട്ടിരിക്കുന്നത്. ACP വൈറ്റ് കളറാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ വൈ ഷേപ്പിലാണ് ഈ തൂണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന് ഇടയ്ക്ക് ഗ്രില്ല് ചെയ്തിരിക്കുന്നത് 1.25 ട്യൂബ് ഇട്ട് ചെയ്ത് മേളി ഉത്തരം പോയേക്കുന്നത് 4x4 സ്ക്വയർ ട്യൂബാണ് പോയേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 4x2 സ്ക്വയർ ട്യൂബാണ് പോയിരിക്കുന്നത്. ഇടയ്ക്ക് ഇട്ടിരിക്കുന്നതല്ല, 2.5 1.5 സ്ക്വയർ ട്യൂബ്. മൊത്തം 16 ഗേജ് അപ്പോളോ പൈപ്പാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ വർക്ക് നടക്കുന്നത് കൊട്ടാരക്കരയിലാണ്. അതുപോലെ തന്നെ വിവിധ തരം മോഡലുകളിൽ നമ്മൾ ഇതുപോലെ കാർ പോർച്ചുകളും നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ വർക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലെ വിവിധ തരം മോഡലുകളിൽ ഡിസൈനുകളിൽ നമ്മൾ കാർ പോർച്ച് നിർമ്മിച്ച് നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.